മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തില് എല്ലാം ശരിയായി വരുന്ന ഒരു സന്തോഷം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്നലത്തെ മാതൃഭൂമിയാണ് മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന പേരില് ബന്ധു വ്യവസായം, ബന്ധു നിയമങ്ങൾ അണികളിലും അമർഷം. കണ്ണൂര് പാപ്പിനിശ്ശേരിയിലെ കേരള ക്ലേ ആൻഡ് സെറാമിക്സിന്റെ ജനറൽ മാനേജറായി മന്ത്രി ജയരാജന്റെ സഹോദരന്റെ മകന്റെ ഭാര്യ ദീപ്തി ചുമതലയേറ്റു. പാർട്ടി അറിയാത്ത നിയമനം ദീപ്തിയുടെ നാടായ മൊറാഴ ലോക്കൽ കമ്മിറ്റിയിൽ വിമർശനത്തിനിടയായി. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി MP-യുടെ മകൻ സുധീർ നമ്പ്യാരെ KSIE MD ആയി നിയമിച്ചത് 2. ആനത്തലവട്ടം ആനന്ദൻ, കൊലിയക്കോട് കൃഷ്ണൻ നായർ എന്നിവരുടെ മക്കൾക്ക് നിയമനം നൽകാനുള്ള തീരുമാനം. ഇരുവരെയും വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ മാനേജിംഗ് ഡയറക്ടറായും ജനറൽ മാനേജറായും നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. 4ാമത്തേത് മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ചെറുമകനെ കിൻഫ്ര വീഡിയോ പാർക്കിന്റെ തലപ്പത്ത് നിയമിക്കാനുള്ള തീരുമാനം. ഇനി അതിന് ജയരാജൻ കൊടുത്ത മറുപടി, ഇതൊന്നും എനിക്ക് ഏൽക്കില്ല, പറയാനുള്ളത് മുഴുവനും പറയട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. മന്ത്രിമാരുടെയും നേതാക്കളുടെയും ബന്ധുക്കളെയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വെച്ചിരിക്കുന്നതെന്നാണല്ലോ ആരോപണങ്ങൾ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. വ്യവസായ വകുപ്പിനെ കുറിച്ചും ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എല്ലാം വരട്ടെ എന്നിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നലത്തെ പത്രം. ഇനി ഇന്നത്തെ പത്രത്തില് നല്ല രസമുണ്ട്. ഏറ്റവും മുകളില് ദേവിയുടെ പടം കൊടുത്തതിന് ശേഷം ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനായിട്ട് ശ്രീമതി MP-യുടെ വിവരണമാണ് നൽകിയിരിക്കുന്നത്. വിമർശനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. എങ്കിലും 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണെന്നത് വ്യക്തമാക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പാർട്ടിക്ക് പോറലേൽക്കാതിരിക്കാൻ അന്ന് ഞാൻ മൗനം ദീക്ഷിച്ചു. മന്ത്രിഭവനത്തിൽ 3 തസ്തികകളിലേക്ക് ആളുകളെ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ മന്ത്രിമാർക്ക് നിയമിക്കാമെന്ന് പാർട്ടി തീരുമാനം സെക്രട്ടറി അറിയിച്ചു. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകന്റെ ഭാര്യ എന്നർത്ഥം മകളെ നിയമിച്ചു. ബിരുദധാരികളായവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്റ്റാഫിലുള്ളവരെയും അപ്ഗ്രേഡ് ചെയ്തു. അതിൽ എൻ്റെ മകന്റെ ഭാര്യയെ ചേർത്തത് ശരിയായ നടപടിയായിരുന്നില്ല. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് മരുമകൾ രാജിവെച്ചു. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, ഇത് ശ്രീമതി പറഞ്ഞിരിക്കുന്നത്. ഇനി പിണറായി വിജയൻ സാർ പറഞ്ഞിരിക്കുന്നത്, പേഴ്സണൽ സ്റ്റാഫ് നിയമനം അതാത് മന്ത്രിമാർക്ക് നടത്താമെന്നായിരുന്നു അന്നത്തെ പാർട്ടി നിലപാട്. അതുകൊണ്ട് തന്നെ ശ്രീമതിയുടെ മരുമകളോട് നിയമനം പാർട്ടി അറിഞ്ഞിരുന്നില്ല. സ്ഥാനക്കയറ്റത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ മാത്രമാണ് ശ്രീമതിയുടെ മരുമകളാണെന്ന് അറിയുന്നത്. മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിലേക്ക് 3 പേരെ നിയമിക്കാം. തന്റെ ഡ്രൈവർമാരിൽ ഒരാളെയും മന്ത്രിയുടെ വീട്ടിൽ ഫോണെടുക്കാനും പാചകത്തിനുമായി 2 പേരെയും നിയമിക്കാം. അത് പാർട്ടി അറിയേണ്ടതില്ല. എന്നാൽ അവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനെക്കുറിച്ച് പാർട്ടി അറിയണം. മുഖ്യമന്ത്രിയുടെ വെട്ട് മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടായതിൽ സന്തോഷമുണ്ട് എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. മുഖ്യമന്ത്രിയും വിവാദത്തിൽ. മുഖ്യമന്ത്രി നിയമനം ഇന്നത്തെ പേപ്പറിൽ 9ാമത്തെ പേജിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ സഹോദരിയുടെ മകൻ അഡ്വക്കേറ്റ് T നവീനെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കോൺസലായി നിയമിച്ചതും പാർട്ടിയിൽ ചർച്ചയാകുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെയാണ് നവീനെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത്. ബീവറേജസ് കോർപ്പറേഷന്റെ അഭിഭാഷക പദവിയും നവീന് നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ കീഴിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തെ അഡ്വക്കേറ്റ് നവീനെ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ഹൈക്കോടതിയിൽ 16 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെന്നായിരുന്നു പ്രതികരണം. അപ്പോ മുഖ്യമന്ത്രിയും വലിയ മോശമൊന്നും ഇല്ല. അടുത്തത് വളരെ ഭംഗിയായിട്ട്
അച്യുതാനന്ദനെ കുറിച്ചൊരു കാർട്ടൂൺ ഉണ്ട്, എക്സിക്യൂട്ടൻ എന്ന് പറയുന്നതിൽ ഒരു കാർട്ടൂൺ നല്ല ഭംഗിയായിട്ട് ബന്ധു നിയമനം സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കി VS അച്യുതാനന്ദൻ. അതിന്റെ ചുവട്ടില് കാക്കയ്ക്ക് തൻകുഞ്ഞ് അരുൺകുമാർ കുഞ്ഞ് തന്നെ PhD സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് പോലും അറിയാതെ അന്വേഷണം നടത്തിയിരുന്നു. അരുൺകുമാറിന്റെ PhD സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഒരു കമ്പനിയുടെ MD ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വഴിവിട്ട് 2-2.5 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തിരുന്നു. അതേപോലെ ഭീഷ്മാചാര്യൻ എന്ന് പറഞ്ഞ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന PS-ന് ഒരു പട്ടാളക്കാരനായ ബന്ധുവിന് 2.25 ഏക്കർ എഴുതി കൊടുത്തിരുന്നു. അതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കലിയുഗം അവസാനിക്കാറാവുമ്പോൾ അതിന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരും. ഏതായാലും ജയരാജനെതിരെ വിജിലൻസ് നിയമോപദേശം തേടും. അപ്പോൾ വിജിലൻസിലെ നിയമം ഉപദേശം തേടി നമ്മുടെ പോലീസ് ഇൻസ്പെക്ടർമാരെ നടക്കുന്നുണ്ട്. പിന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് VS പറയുന്ന വരി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നതിൽ സംശയമില്ല. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. പിണറായി വിജയൻ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു. മന്ത്രിസഭയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നത് പ്രതിപക്ഷ ആരോപണം മാത്രമാണ്, കോൺഗ്രസ് അല്ല CPM. ഏതായാലും വളരെ നല്ല കുറേ വാർത്തകൾ വരുന്നത് നന്നായി. 5 വർഷം തികയുമ്പോൾ കേരളത്തിലെ അന്നന്നത്തെ കാര്യത്തിന്റെ ചെലവിന് കടമെടുക്കുന്നത് ഇല്ലാതെയാകുമെന്ന് മന്ത്രി ഐസക്കിന്റെ ഒരു പ്രതികരണവും ഇവിടെയുണ്ട്. നല്ല രസകരമായിട്ട് തോന്നിയാൽ 5 വർഷം കഴിഞ്ഞാലേ അത് പറ്റുള്ളൂ. അതായത് അന്നന്നത്തെ കാര്യത്തിന് കടമെടുക്കുന്ന ഒരു രാജ്യം ഞാൻ ഉദ്ദേശിച്ചത് സംസ്കൃതത്തിലെ കേരളം. ആ കേരളത്തില് ഇവിടെ ഏതെങ്കിലും കമ്പനി വരാനോ വികസനത്തിനോ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കാനോ ഒന്നുമല്ല, മന്ത്രിമാര് അത്യുജ്വലമായിട്ട് അവനവന്റെ വീട്ടുകാരെ നിയമിക്കാം. അതിനെതിരെ വാർത്ത വരുമ്പോൾ എല്ലാവരുടെയും ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ട് ചിരിക്കുക, സന്തോഷിക്കുക. മനുഷ്യ മനസ്സിൽ എന്നും നിലനിൽക്കാനുള്ള എളുപ്പ വഴി പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ വരുത്തുക. കുറേ അധികം ചർച്ചകൾക്ക് ആധാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നന്നായിട്ട് തോന്നി. പിന്നെ അതൊക്കെ പരിഹരിച്ചു കഴിയുമ്പോൾ 5 വർഷം കഴിയും. പിന്നെയും ആരെയെങ്കിലൊക്കെ കുറ്റം പറഞ്ഞ് വീണ്ടും കയറുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല വാർത്ത കൂടി, വളരെ നല്ല വാർത്ത കൂടി വായിക്കാൻ ഇടവന്നു. അതുകൂടി അങ്ങോട്ട് മുഴുവൻ വായിച്ചാലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൂടി വായിച്ചേക്കാം. അവനെ കുരിശിലേറ്റു എന്ന് നിലവിളിക്കുന്ന ആൾക്കൂട്ടം പലപ്പോഴും ഫാസിസത്തിന്റെ അനുയായികളാവും. ജനവിരുദ്ധ ഭരണകൂടങ്ങളുടെ പിന്തുണക്കാരായാണ് ഇവരെ ക്രിസ്തുവിന്റെ കാലം മുതൽ കണ്ടിട്ടുള്ളത്. ലോകമെങ്ങും ഫാസിസ്റ്റുകളും മറ്റ് സ്വേച്ഛാധിപതികളുമാണ് വധശിക്ഷ പോലുള്ള ശിക്ഷകളുടെ ഉപാസകരായിട്ടുള്ളത്. ഇത് പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി എന്ന മഹാനുഭാവൻ പറഞ്ഞതാണ്. സ്റ്റാലിൻ കൊന്ന ജനങ്ങളുടെ എണ്ണം 3.73 കോടിയാണ്. ആ സ്റ്റാലിന്റെ ചിത്രം വെച്ചിട്ടാണ് AKG സെന്റർ അലങ്കരിച്ചിരിക്കുന്നത്. തോക്കിൻ കുഴലിലൂടെ അധികാരം എന്ന് പറഞ്ഞാൽ ലെനിൻ, ലൈംഗിക രോഗം വന്ന് ചത്ത ലെനിൻ. അതാണ് 2ാമത്തെ ചിത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ എവിടെയൊക്കെ അധികാരം എടുത്തിട്ടുണ്ടോ അവിടെ മുഴുവനും MA ബേബി പറഞ്ഞ വധശിക്ഷയല്ല, കൊല നടത്തിയതാണ്. MA ബേബി സാറേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മന്ത്രിമാർക്ക് വിവരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളും ഇത്രയും അധികം അധപ്പതിച്ചു എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും നരഹത്യ എന്ന് പറയുന്നത് പച്ചക്കറി നുറുക്കുന്ന മാതിരി കൊന്നു തള്ളിയവരാണ് ഫാസിസത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യം, എവിടെയെങ്കിലൊക്കെ ആൽമരം മുളച്ചാൽ അങ്ങയെ പോലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നവന് നാണിക്കാൻ ഒരു വിഷമവും ഇല്ലേ? നാണിക്കണ്ടേ?
ആൽമരം വരേണ്ട സ്ഥലത്തല്ലേ വരാൻ പാടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ആൽമരം മുളച്ചാൽ അത് തണലാണെന്ന് പറഞ്ഞ് നടന്ന് മനുഷ്യനെ ഫൂളാക്കുന്ന കുറേയധികം വാർത്തകൾ പത്രത്തിൽ വരുമ്പോ എല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാക്കി ഞങ്ങൾ ഇട്ടേച്ചു പോകും. പ്രണാമം, നമസ്കാരം.